ഹൈന്ദവ സമൂഹത്തിന്റെ മഹത്വം തുറന്നുകാട്ടി മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. ഹൈന്ദവ സംസ്കാരത്തെ മുറുകെ പിടിക്കുന്നവർ തെറ്റായി സഞ്ചരിക്കുന്നില്ലെന്നും നാമജപത്തിന്റെ ശക്തി അതാണെന്നും സ്വാമിജി പറഞ്ഞു. മദ്രസയിൽ പോയി മതം പഠിച്ചവരാണ് ലഹരി കേസുകളിൽ കൂടുതൽ ഉൾപ്പെടുന്നതെന്ന കെ.ടി. ജലീലിന്റെ പരാമർശങ്ങൾ വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് സ്വാമിജിയുടെ ഈ പ്രസ്താവനകൾ ഏറെ പ്രസക്തമാകുന്നത്. കഴിഞ്ഞ ഏതാനും കാലത്തിനിടയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഈ ധർമ്മത്തിനൊക്കെ എതിരായി നിൽക്കുന്ന ഒരു നേതാവ് അവരുടേതായ ഒരു കൂട്ടായ്മയിൽ പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് കാണുന്ന പല അക്രമ കേസുകളിലും മറ്റ് അസാൻമാർഗികമായിട്ടുള്ള ഇതിലുമൊക്കെ കൃത്യമായി മതപാഠശാലകളിൽ പോകുന്ന നമ്മുടെ കുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. ഈ മതപാഠശാലകളൊന്നുമില്ലാത്ത സമൂഹത്തിൽ നിന്നുള്ള കുട്ടികളെ ഒന്നും അത്രത്തോളം കാണുന്നില്ല. മദ്രസയിൽ പോയി മതം പഠിച്ചവരാണ് ഏറ്റവും അധികം ലഹരി അടക്കമുള്ള കേസുകളിൽ ഉൾപ്പെടുന്നതെന്ന MLA കെ.ടി. ജലീലിന്റെ പരാമർശമാണ് സ്വാമിജി ഇവിടെ എടുത്തു പറഞ്ഞത്. ഇവിടെയാണ് ഹൈന്ദവ സമൂഹത്തിന്റെ മഹത്വം സ്വാമിജി ചൂണ്ടിക്കാട്ടിയത്. നാമം മാത്രം ജപിക്കുന്ന വലിയൊരു ഹൈന്ദവ സമൂഹം ഭാരതത്തിലുണ്ടെന്നും അതിൽ നിന്ന് തന്നെ നാമജപത്തിന്റെ ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും സ്വാമിജി പറഞ്ഞു. പ്രാഥമികമായി നമ്മുടെ ഏറ്റവും സാധാരണയായി ഗൃഹങ്ങളിൽ അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠാനം നാമജപം ഒരു തൊട്ട് മുമ്പത്തെ തലമുറ വരെയെങ്കിലും സ്ഥിരമായി ഉണ്ടായിരുന്നതാണ്. അത്രയും ശക്തമായ, അതായത് ആ ഒരു നാമജപം എന്ന് പറയുന്ന ആ ഒരു അനുഷ്ഠാനം മാത്രമുള്ള നിത്യവും നാമം ജപിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ചെറിയൊരു അനുഷ്ഠാനത്തിന് ഇത്രമാത്രം കരുത്തുണ്ടെങ്കിൽ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതചര്യയ്ക്ക്, ആ ധാർമ്മികമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് എത്രമാത്രം ശക്തി ഉണ്ടാവും. നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സ്വാമിജി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുതന്നിരിക്കുന്നത്. ആഴത്തിലുള്ള മതപഠനം നടത്താത്ത, കേവലം നാമം ജപിക്കുക മാത്രം ചെയ്യുന്ന ഒരു വലിയ സമൂഹം തെറ്റിലേക്ക് പോകുന്നില്ലെങ്കിൽ അവർ ജപിക്കുന്ന നാമജപത്തിന്റെ ശക്തി, കരുത്ത്, അതിനെക്കുറിച്ചാണ് സമൂഹം ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ കേരളത്തിലെ സാഹചര്യത്തിൽ പലപ്പോഴും ഹൈന്ദവ സംസ്കാരവും വിശ്വാസവും അവഹേളിക്കപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഹൈന്ദവ സമൂഹം തന്നെ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെയാണ് എത്രയൊക്കെ ഇകഴ്ത്തിക്കിട്ടിയാലും ഹൈന്ദവ സമൂഹത്തിന്റെ മഹത്വം സമൂഹത്തോട് വിളിച്ചു പറയാൻ സന്യാസിവര്യന്മാരുണ്ടെന്ന ആത്മവിശ്വാസമാണ് സനാതന ധർമ്മവിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. ജനം, കോഴിക്കോട്.